ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ എക്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണെങ്കിലും അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണെങ്കിലും അത്തരം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് നിങ്ങൾ അതൊരു ഡേറ്റിംഗ് ആയിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു കാഷ്വൽ മീറ്റ് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു മീറ്റിങ്ങിനെ കാണാൻ. അവിടെ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അതായത് ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുക അത്തരത്തിൽ മാത്രം സംസാരിക്കുക. ഒരു ലവറോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാതിരിക്കുക. ആ വ്യക്തി നിങ്ങളുടെ ലവർ ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ വീണ്ടും അതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ഡിസ്കംഫർട്ട് ആവുകയും മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് ഇല്ലാതാക്കാൻ വളരെയധികം കാരണമായി തീരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സോ അത്തരത്തിൽ ഒരു കാഷ്വൽ ടോക്കിലോട്ട് മാത്രം നിങ്ങൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത രീതിയിലോട്ടുള്ള ടോക്കിലോട്ട് പോകുന്നത് വളരെയധികം ഡേഞ്ചറാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡേറ്റിംഗ് ആയിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡോണ്ട് ബ്രിങ് അപ്പ് യുവർ പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അഥവാ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഒരു നിമിഷത്തിലോട്ട് കൊണ്ടുവരാതിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടുതൽ ഡിസ്കംഫർട്ട് ആക്കാതിരിക്കുക എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിന് പകരം എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, വേറെ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതെന്തായി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പാരൻസിനെ കുറിച്ച് ചോദിക്കാം. സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ലൈഫ് എങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഒരു കാഷ്വൽ ടോക്ക് എന്നോണം ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഒരു കോഫി കുടിച്ചുകൊണ്ട് ഓവർ ടൈം ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ പിരിയുന്നതാണ് ആ ഒരു ഫസ്റ്റ് മീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ എക്സിനെ ഡിസ്കംഫേർട്ട് ചെയ്യുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള ടോക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഡേറ്റിംഗ് ആയിട്ട് കാണരുത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഒരിക്കലും പാസ്റ്റിലെ ഒരു വിഷയവും പ്രസന്റിലോട്ട് കൊണ്ടുവരുത്, ആ നിമിഷത്തിൽ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്യരുത്. പ്ലീസ് എൻ്റെ ലൈഫിലോട്ട് വരൂ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ വന്നേ പറ്റുള്ളൂ, എനിക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ബെഗ് ചെയ്യുക. ഒരവസരം കിട്ടിയെന്ന് കരുതി നിങ്ങൾ ബെഗ് ചെയ്ത് കാല് പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നത്തില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. സോ അതുകൊണ്ട് നിങ്ങളവിടെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ബെഗ് ചെയ്യുന്ന തരത്തിലുള്ള വാചകങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് അത് നഷ്ടപ്പെട്ടു, അതിൽ ഞാൻ പരാജയപ്പെട്ടു, ഇങ്ങനെ പല രീതിയിലുള്ള കംപ്ലയിൻസ് പറയുക. അങ്ങനെ കംപ്ലയിൻസ് മോഡ് ഓണാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ടോക്കുകൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബെഗ്ഗിങ് ഒഴിവാക്കുക, കംപ്ലയിൻസ് ഒഴിവാക്കുക, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ എക്സിന് വേറൊരാളോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു സംശയമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണാതിരിക്കുക. നിങ്ങൾ അവരോട് നിനക്ക് ഇന്ന ആളെ ഇഷ്ടമാണോ,
ആ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ടോക്കുകളൊന്നും നടത്താതിരിക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിലും, നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള യാതൊരുവിധ ടോക്കും ആ എക്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നടത്താതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതും നിങ്ങളോട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മേ ബി ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ വരാനുള്ള ഒരു ചാൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, വീണ്ടും ഒരു സെക്കൻഡ് മീറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ടാക്കുക. അങ്ങനെ പതിയെ അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുമ്പോഴാണ് വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ വന്നിട്ട് പാച്ചപ്പ് ആവുക. നിങ്ങളെ രണ്ടാമതൊന്ന് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത സമയത്താണെങ്കിലും അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണെങ്കിലും അത് തന്നെ വളരെ ബിഗ് ഒരു സൈൻ തന്നെയാണ്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ഓക്കെ, സോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ അട്രാക്ഷൻ കൂട്ടുന്നതിനുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, ലവ് മാസ്റ്ററി എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. 21 ദിവസത്തെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കാനും നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാനും ഉള്ള ഒരു കാരണമായി തീരും ആ ഒരു കോഴ്സ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളും ടൂൾസും ആണ് നമ്മൾ ആ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. മുകളിൽ നമ്പറുണ്ട്, വിളിക്കുക, ബുക്ക് ചെയ്യുക. ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.